എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇതിൽ നമ്മൾ കർക്കിടക ലഗ്ന ജാതകരെ പറ്റിയുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ കർക്കിടക ലഗ്ന ജാതകന് ചന്ദ്രനും, അതായത് ലഗ്നാധിപൻ, ചൊവ്വ 5-ാം ഭാവാധിപൻ, വ്യാഴനും അതായത് ഭാഗ്യാധിപൻ, ഇവർ ശുഭന്മാരായി മാനിക്കപ്പെട്ടിരിക്കുന്നു. ബുധൻ 3ഉം 12ഉം ഭാവാധിപന്മാരാണ്. ശുക്രൻ 4ഉം 11ഉം ഭാവാധിപന്മാരും, ഇവർ അശുഭന്മാരുമാണ്. ശനിക്ക് 7ഉം 8ഉം ആധിപത്യമുള്ളതിനാൽ മാരകനാണെന്ന് കാണുന്നുണ്ട്. കുജൻ കേന്ദ്ര ത്രികോണ ആധിപത്യമുള്ളതിനാൽ യോഗകാരകനാണ്, വിശേഷിച്ച് ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. ഗുരുവിന് 6-ാം ഭാവാധിപത്യമുള്ളതിനാൽ അശുഭനാണ്. എങ്കിലും ത്രികോണാധിപത്യമുള്ളതിനാൽ അശുഭനല്ല, മറിച്ച് ശുഭനാണ്. അടുത്തത് ചിങ്ങം ലഗ്നജാതകന് സൂര്യൻ ആണ് ലഗ്നാധിപതി. അപ്പം കുജൻ 4ഉം 9ഉം ഭാവാധിപന്മാരാണ്. വ്യാഴം 5-ാം ഭാവാധിപനാണ്, ഇവർ ശുഭന്മാരാണ്. ബുധൻ 2ഉം 11ഉം ഭാവാധിപന്മാരാകുന്നു. ശുക്രൻ 3ഉം 10ഉം ഭാവാധിപനാണ്. ശനി 6, 7 ഭാവാധിപന്മാരാണ്, ഇവർ പാപന്മാരായിരിക്കും. ശുക്രന് കേന്ദ്രാധിപത്യ ദോഷവും 3-ാം ഭാവാധിപത്യമുള്ളതിനാൽ അശുഭനുമാണ്. അതിനാൽ വ്യാഴ ശുക്രയോഗം രാജയോഗ ഫലങ്ങളെ തരുന്നതല്ല. ചന്ദ്രന് വ്യായാധിപത്യ ദോഷം ഇല്ല എന്നാണ് കാണുന്നത്. അതിനാൽ ചന്ദ്രൻ്റെ ശുഭത്വം അന്യഗ്രഹങ്ങളുടെ യോഗം, ദൃഷ്ടി ഇവകളെ കൊണ്ട് പ്രഭാവിതമാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കർക്കിടക ലഗ്നത്തിൻ്റെയും ചിങ്ങലഗ്നത്തിൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഓരോ ലഗ്നം എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഭാവം മീനം വരെയുള്ള ആ ഭാവങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ ഗ്രഹങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പം ഞാനിന്നിവിടെ പറഞ്ഞത് കർക്കിടകവും, ഈ എപ്പിസോഡിൽ കർക്കിടകവും ചിങ്ങവും ലഗ്നമാണ്. ഈ 2 ലഗ്നക്കാർക്ക് അവനവൻ്റെ ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങൾ സ്ഥിതി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ അങ്ങനെയായിരിക്കും അതിൻ്റെ ഫലങ്ങൾ ജ്യോതിഷത്തിൽ വരുന്നത്, അർത്ഥവത്തായിട്ട് വരുന്നത്. അപ്പം ഹരിയോം ഹരിയോം ഹരിയോം.